ഹായ് 10 ലക്ഷം രൂപ ബജറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വീടുകളുടെ പ്ലാനുകൾ അപ്ലോഡ് ചെയ്യുന്ന സീരീസിന്റെ 10ാമത്തെയും ഏതാണ്ട് അവസാനത്തെയും വീഡിയോ ആണ്. കാരണം എൻ്റെ കയ്യിൽ 10 പ്ലാനുകളാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫീസിലുണ്ടാവും പ്ലാനുകൾ, ഇഷ്ടംപോലെ പ്ലാനുകൾ ഓഫീസിൽ നമ്മുടെ സിസ്റ്റത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് വേണോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇനി അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 550 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഈ 500 സ്ക്വയർ ഫീറ്റ് 550 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടുകളാണ് നമ്മൾ ഈ 10 ലക്ഷം ബജറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണങ്ങളൊക്കെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 550 സ്ക്വയർ ഫീറ്റ് ആണ്. നമുക്ക് വീഡിയോ എനിക്ക് കിടക്കാം. ഞാൻ ഹനീദ് അനുഗ്രാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. തൃശ്ശൂർ ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാലൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം, ഇവിടെ ആയിട്ട് കിച്ചൺ, 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഈ വീടിന്റെ 2D പ്ലാനാണ്. 550 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് 140-200 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 420-270 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ സൈസ്. ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം, ഇവിടെ ആയിട്ട് കിച്ചൺ വരുന്നുണ്ട്. 2 ബെഡ്റൂമുകൾ കാണാവുന്നതാണ്. ആദ്യത്തെ ബെഡ്റൂമാണ്. 290-288 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 288-288 സെന്റിമീറ്റർ എന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ 10 ലക്ഷം ബജറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന 10 വീടുകളുടെ പ്ലാനുകളാണ് ഈ കഴിഞ്ഞ 10 വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാ വീഡിയോസിലും. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണോ, അല്ലെങ്കിൽ ഒരു ഇത്ര ബജറ്റിന് ചെയ്യാൻ പറ്റുന്ന വീടുകളുടെ പ്ലാനുകൾ വേണോ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. നമ്മൾ ഈ 500-550 സ്ക്വയർ ഫീറ്റ് ഏരിയ എന്നുള്ള ലിമിറ്റ് ചെയ്തത് പലപ്പോഴും നമ്മൾ വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ തന്നെ ചില എന്താ പറയാ ചാരിറ്റി ഒക്കെ ആയിട്ട് ചില ആളുകൾ വീടുകളൊക്കെ ചെയ്തു കൊടുക്കും. പൈസ ഇല്ലാത്ത ഒരു ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് വീടുകൾ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു റിക്വയർമെന്റ് വെച്ചിട്ടൊരു പ്ലാനൊക്കെ ചെയ്തു കൊടുക്കും. ചെറിയ വീടുകളായിരിക്കും, ഇപ്പോൾ 600 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 550-600 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടുകളായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഒരു വീടിന്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്ലാൻ ആയിരിക്കും അവർക്ക് കൊടുക്കുക. അപ്പോൾ തിരിച്ചവർ നമുക്ക് തരുന്ന മറുപടി എന്ന് പറയുന്നത്, നമുക്ക് അവർ പറയുന്ന കാര്യമാണ്, നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന വീടാണ്, അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു വീടല്ല, അപ്പൊ ഇതിന് ഇത്രയും ഇതൊക്കെ വേണോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അവർ ചോദിക്കാറുണ്ട്. നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടായാലും എങ്ങനെയായാലും അത് അവർക്ക് ഒരു എന്താ പറയുക, ഒരു അവരുടെ ജീവിതകാലം മുഴുവൻ താമസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിർമ്മിച്ചു കൊടുക്കുന്നത്, അല്ലാതെ 5-6 അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചറിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ ഒരു ചെറിയ വീടായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 15 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഭിത്തിയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല ആൾക്കാരും വരാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും ഈ വീടുകൾ നിർമ്മിക്കുമ്പോൾ അത് ചെറുതായാലും വലുതായാലും അതിന്റെ സ്ട്രക്ചറിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പലപ്പോഴും ഈ നമ്മൾ കാണുന്നതാണ് ഈ ബാത്റൂമുകൾ, അതിൽ ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ ഈ ലോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് എപ്പോഴും ലീക്ക് വരുന്നു, അവിടുത്തെ പ്രശ്നം കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു വരുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെയിൻ്റനൻസ് കുറയ്ക്കുക എന്നുള്ളതിൽ നമ്മൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഈ ബജറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ മെയിൻ്റനൻസ് വരാൻ സാധ്യതയുള്ള, അതായത് ഒരു 2-3 വർഷം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും എന്നുള്ള സാധ്യതയുള്ള മേഖലകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിൻഡോസ് ഉദാഹരണം പറഞ്ഞാണ്, നമുക്ക് വുഡ് സ്റ്റീൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കോൺക്രീറ്റിന്റെ കട്ടളകൾ വെക്കാം. അത് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ളതാണ്, അത്യാവശ്യം നല്ല ഈട് നിൽക്കുന്നതാണ്. ഞങ്ങൾ പല സൈറ്റുകളിലും വെച്ചിട്ടുള്ളതാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഡോറുകളിൽ വെക്കുന്ന സമയത്ത് തന്നെ വീടിന്റെ അകത്ത് വരുന്ന ഡോറുകൾ നമുക്ക് ജസ്റ്റ് അത് അത്ര ഒരു ഭയങ്കര ഒരു സ്ട്രെങ്ത് കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു വീട് ബജറ്റഡ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരു ലോ കോസ്റ്റിലേക്ക് ചെയ്തിട്ട് 10 ലക്ഷത്തിന് 600-700 സ്ക്വയർ ഫീറ്റിന്റെ വീട് നിർമ്മിച്ചു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റി, അതിന്റെ സ്ട്രക്ചറിന്റെ ക്വാളിറ്റി എങ്കിലും നിങ്ങൾ മിനിമം കീപ്പ് ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ ഫിനിഷിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തുവേണമെങ്കിലും കാണിക്കാം, അത് വേറെ കാര്യം. തൃശ്ശൂർ ഓഫീസുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാലൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി.